വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ചില പവിത്രതകളെ പറയുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരിയും ക്രൂരനുമായ ഫിർഔനിൻ്റെ ആക്രമണത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. ധിക്കാരിയായ ഫിർഔനിനെയും കൂട്ടരെയും അല്ലാഹു തആല ചെങ്കടലിൽ മുക്കിക്കൊന്നു. മൂസാ നബിയെയും നല്ലവരായ അനുയായികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രവാചകരായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകരുടെ കാലത്ത് ധിക്കാരികളായ സമൂഹത്തിന് അല്ലാഹു തആല മഹാപ്രളയം കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ മഹാജലപ്രളയത്തിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനെയും തൻ്റെ നല്ലവരായ അനുയായികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് അകപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അവിടുന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ചൊല്ലുകയും അപ്രകാരം തന്നെ കടലിലുള്ള മറ്റ് മത്സ്യങ്ങളും ജീവജാലങ്ങളും ആ മഹാനായ പ്രവാചകരോടൊപ്പം തസ്ബീഹ് ചൊല്ലിയെന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം കരയിൽ കൊണ്ട് ഇടുകയുണ്ടായി. ആ മത്സ്യവയറ്റിൽ നിന്ന് മോചനം ലഭിച്ചത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ വിശദീകരിച്ച ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ഉടമസ്ഥരാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകരെ അന്യായമായി തടങ്കലിൽ ഇടപ്പെടുകയും നാളുകൾ ജയിലിൽ കഴിയുകയും ചെയ്തു. ഒടുവിൽ ജയിൽ മോചനം ലഭിച്ചത് ഈ മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ ആകാശത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും ഈ മുഹറം മാസത്തിലാണെന്ന് ചരിത്രം പറയുന്നു. ഇതിനെ ഉംദത്തുൽ ഖാരി എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം ഐനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.